എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ ജേക്കബ് കുര്യൻ സാറ്, വേദിയിലിരിക്കുന്ന ജേക്കബ് സാറ്, മൂന്ന സാറ്, കുറച്ച് പേർക്കൊന്നും പേര് പറയാം, ജോർജ് സാറ്, ഐ മോഹൻ സാറ്, കലിയാർജി, മറ്റ് സുഹൃത്തുക്കൾ. കഴിഞ്ഞ മീറ്റിംഗ്, അതായത് ഫെബ്രുവരി 14-ാം തീയതിയായിരുന്നു. അതിനുശേഷം നമ്മളൊരു മിനി മിലൻ ചേർന്നുണ്ടായി, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നമ്മുടെ ഇവിടെ ഇടയ്ക്ക് റിസൈൻ ചെയ്ത് പോയ സാബുവിൻ്റെ ഒരു സ്പോൺസർഷിപ്പിലൊരു പ്രോഗ്രാം റിനൈ ഹോട്ടലിൽ നടത്തി പാലായിടത്ത്. അതിൽ ഒരുപാട് പേര് നമ്മൾ പങ്കെടുത്തു. പങ്കെടുക്കാത്തവർക്ക് അത് വലിയ നഷ്ടമായി, കാരണം നല്ലൊരു പ്രോഗ്രാമായിരുന്നു, ഗംഭീര പരിപാടികളായിരുന്നു. അപ്പൊ അങ്ങനെ ചെറിയൊരു മീറ്റിംഗ് കൂടെ കൂടി നമ്മൾ ഈ മിലന്റെ പേരിൽ നമ്മളൊരു പുള്ളിക്കൊരു കൊടുക്കുകയുണ്ടായി. അതും ആൾ വളരെ ഹാപ്പി ചെയ്യും. നല്ലൊരു ഫംഗ്ഷനായിരുന്നു. അങ്ങനെ ഒരു മീറ്റിംഗ് കൂടെ കൂടിയിരുന്നു. നമ്മളിപ്പം എല്ലാ തവണയും പറയുന്നതാണ്, നമ്മൾ കഴിഞ്ഞ തവണ 54 പേരാണ് കഴിഞ്ഞ മെമ്പേഴ്സ് മാത്രം പങ്കെടുത്തത്. ഇത്തവണ നമ്മൾ മെമ്പർമാരിൽ എഴുതിയിട്ടുള്ളത് 39 പേരാണ്. പിന്നെ കുറച്ച് വളരെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇങ്ങനെ പോകുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ, ഒരു വർഷത്തിൽ ഒരു തവണയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ആലോചന ഉണ്ട്. അപ്പോൾ അലിയാജി പറഞ്ഞു ഒരു തവണ കൂടി നോക്കാം, അടുത്ത തവണ കൂടി. ഇതിന് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. നമ്മുടെ അലിയാജി ഒരു 2 മാസം വൈഫും വനവാസത്തിലായി. കാരണം ഒരു വിധത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ മുങ്ങിയിരിക്കുകയായിരുന്നു. ഫോൺ ചെയ്യാൻ പറ്റില്ല, വീട്ടിലില്ല. എന്താ ഇനി അവസാനം പത്രത്തിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരുവിധം ബന്ധപ്പെടാവുന്ന ആൾക്കാരെ മുഴുവൻ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല, ആരും കിട്ടിയില്ല. പിന്നെ അവസാനം ഒരു ദിവസം തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ അന്വേഷിച്ചിരുന്ന ആള് ഒരു സത്യം കിട്ടാത്ത ആള് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഫോൺ എന്തോ ഒരു കുഴപ്പം, അത് ഇടയ്ക്ക് പറയേണ്ട കാര്യം എന്നുള്ളത്. കാരണം എല്ലാവരും അന്വേഷിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ഇത് സുഖമില്ലായ്മ ഒരു തോന്നി. അപ്പൊ എല്ലാവരെയും വിളിച്ച് വരുത്താൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു തവണ. എന്നാലും എല്ലാവരും വിളിച്ചു കാണും. അലിയാജിയാണല്ലോ ആളെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. അതിൽ ചിലപ്പോൾ കുറച്ച് പേര് അങ്ങനെ കുറഞ്ഞതായിരിക്കും. അത് ഇതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇത്തവണ നമ്മളതുപോലെ സാധാരണ ചെയ്യണ പോലെ നമ്മളുടെ ദിവസം മതിയെന്ന് നമ്മൾ കാര്യം തീരുമാനമാണല്ലോ. അപ്പൊ അത് മുന്നോട്ട് പോയി. ഇത്രയും പേരെങ്കിലും ഒരു മീറ്റിംഗ് നടത്താൻ സാധിച്ച എന്തായാലും ഭാഗ്യം. ഇനി അടുത്തൊരു, ഞാൻ സ്വാഗതം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്, ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ആദ്യകാലം മുതൽ നമ്മുടെ മെമ്പറാണ്, വളരെ ആക്റ്റീവാണ്. പക്ഷെ നമ്മൾ ഈ മീറ്റിങ്ങുകളിൽ വരാറില്ല. നമ്മുടെ ഷണായി സാറാണ്. അപ്പൊ ഈ ഷണായി സാറിനെ പറ്റി പറയാനായിട്ട് നമ്മളിപ്പോൾ ചെറിയൊരു സാറിനെ അനുമോദിച്ചുകൊണ്ടൊരു പ്രോഗ്രാം കൂടിയുണ്ട്. കാരണം ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ കൊച്ചിൻ ഡിവിഷനിൽ നമ്മളെ കണ്ടിട്ടുള്ളത്, നമ്മുടെ മുൻഗാമിയായിട്ട് നമുക്ക് ഒരാൾ നമ്മുടെ സ്റ്റേജിൽ തന്നെയുണ്ട്, മൂന്ന സാറ്, ബേബി മാത്യു സാറ്. അവരൊക്കെ ഒരുപാട് ഉന്നത വിദ്യാഭ്യാസം നേടി ഹയർ പോസ്റ്റിൽ നിന്നൊക്കെ പെട്ട സാറന്മാരാണ്. അപ്പൊ ഇവരെ പിന്തുടർന്നുകൊണ്ട് തന്നെ, പിന്തുടരുക എന്ന് പറയാൻ പറ്റില്ല, ഷണായി സാർ വേറൊരു ലെവലിലാണ്. കാരണം സാറിന്റെ ഒരു താല്പര്യമുള്ളവർക്ക് എൻ്റെ ഒരു ബയോഡേറ്റ ഉണ്ട്. സാറ് ഒന്നല്ല, എൻ്റെ ഒരു പ്രശ്നം ഉണ്ട്, അത് വേണമെങ്കിൽ തരാം. കാരണം ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഈ 65-ാം വയസ്സിൽ MSc സ്റ്റാറ്റിക്സിൽ ഹൈ മാർക്കോട് കൂടി ഇപ്പൊ പാസ്സായി. ഏറ്റവും അവസാനത്തെ അച്ചീവ്മെന്റ്. അതിന് മുമ്പാണെങ്കിൽ ഞാൻ ചുരുക്കി പറയാം, BTech, M.Tech, MBA, അത് നമ്മുടെ പ്രൊഫഷണൽ ഈ എഞ്ചിനീയറിംഗ് സൈഡിലുള്ള ഗ്രാജുവേഷൻ. പിന്നെ അത് കഴിഞ്ഞ് LLB, പിന്നെ അതുപോലെ ഒരു 25 ഒരു ഡിപ്ലോമ കോഴ്സ് അതിന്റെ കയ്യിലുണ്ട്. ലിസ്റ്റ് ആർക്കും താല്പര്യം തരാം. അപ്പൊ ഒരുപാട് അത് മാത്രമല്ല, എല്ലാ മീഡിയകളിലും പറഞ്ഞാല് FM റേഡിയോയിലാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അതുപോലെ ഇതിന് കൂടെ ഒരാളുണ്ട്, നമ്മുടെ പ്രാഞ്ചന്ദ് ഇതുപോലെ കുറെ പോസ്റ്റ് ഗ്രാജുവേഷൻ, MA ഒരു 5 MA അങ്ങനെ കുറെ തീർത്തിട്ടുള്ള ആളാണ്. 7. അപ്പൊ ഇവര് 8 കുറെ ഉണ്ട്. അപ്പൊ അതുപോലെ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന 2 സുഹൃത്തുക്കളാണ് ഇവർ. അപ്പൊ
ഷണായി സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷണായി സാറ് ഈ വെക്കാത്ത മേഖലകളില്ല. പഠിത്തം എല്ലാത്തിലും ഒരുപാട് കോഴ്സുകൾ പാസ്സായിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിത് മുന്നിൽ ഇത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ പഴയ ബേഗ്മത്ത് സാറിനെയും സാറിനെയാണ്. അവര് ഇതുപോലെ പഠിച്ച് ഇതിലേക്ക് എത്തിയ ആൾക്കാരാണ്. അപ്പൊ ഷണായി സാറിനെ അപ്പോൾ എല്ലാവരും എല്ലാ മീഡിയകളിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ അനുമോദിച്ചുകൊണ്ടും ഇവർക്ക് സ്വീകരണം കൊടുത്തുകൊണ്ടൊക്കെ കുറെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു മെമ്പറായിട്ട് അത് മാത്രമല്ല ഈ മെക്കാനിക്കൽ മറ്റേ ഗ്രൂപ്പിലും ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ടായി. അപ്പൊ നമ്മള് ഈ ഷണായി സാറിനെ ക്ഷണിച്ചു. അപ്പൊ എന്തായാലും വരാം എന്ന് പറഞ്ഞു. എനിക്ക് അപ്പോഴും ഉറപ്പില്ലായിരുന്നു. എന്തായാലും സാറ് വാസ്തവിന്റെ ഉറപ്പോടുകൂടി സാറും എത്തി. അപ്പൊ സാറിനെ അനുമോദിക്കുന്ന ചടങ്ങ് കൂടി ഇതിനകത്തുണ്ട്. അത് പറയാൻ പറ്റും. അപ്പൊ ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് സാറിനെ പറഞ്ഞു മാത്രമോ മാത്രം സാറ് ആദ്യത്തെ ആളെയോട് സാറ് പറഞ്ഞോളൂ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ചടങ്ങ് കൂടുതലുണ്ട്. അപ്പം ബാക്കി നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങൾ പറയാൻ പറ്റില്ലേ. ഞാനപ്പോൾ എൻ്റെ ചടങ്ങി ഡ്യൂട്ടിയിലേക്ക് ഇറക്കാണ്. ആദ്യമായി അധ്യക്ഷനായി AK കുര്യൻ സാറിനെ ഞാൻ എല്ലാവരും പേരിൽ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിതിൽ പങ്കെടുത്ത പ്രത്യേകിച്ച് ഷണായി സാറോടൊപ്പമുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.